ഇ ക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇ ക്യൂബ് ലാംഗ്വേജ് ലാബ് എന്ന് ടൈപ്പ് ചെയ്യാം, സെർച്ച് ചെയ്യാം. ദെൻ കൈറ്റ് ലാംഗ്വേജ് ലാബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ കാണാം. 4 ലെവൽസ് കാണാൻ പറ്റും. ലെവൽ 1 ക്ലാസ് 1നും 2നും ഉള്ളതാണ്. ലെവൽ 2 3ക്കും 4നും, ലെവൽ 3 5നും 6നും, ലെവൽ 4 7നും 8നും 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള സ്റ്റോറീസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലെവൽ 1 ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. യൂസർ നെയിം ക്ലാസ് ഡിവിഷന് പിന്നെ ഒരു നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ക്ലാസ് 2C1 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ സെയിം പാസ്വേഡിനും 2C1. ക്ലാസ് ഡിവിഷന് സ്മോൾ ലെറ്ററിൽ പിന്നെ ഒരു നമ്പർ. ഓരോ കുട്ടിക്കും ഓരോ നമ്പർ. ഒന്നാമത്തെ കുട്ടിക്ക് 1, രണ്ടാമത്തെ കുട്ടിക്ക് 2, മൂന്നാമത്തെ കുട്ടിക്ക് 3. ആ രീതിയിലാണ് നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത്. യൂസർ നെയിമും പാസ്വേഡും സെയിം തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് ലോഗിൻ ചെയ്യാം. ലെവൽ 1 ക്ലിക്ക് ചെയ്യാം. ഓരോ ലെവലിലും 10 സ്റ്റോറീസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റോറി നോക്കാം, ടിമ്മി ആൻഡ് പെപ്പി. അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ലിസണിങ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് കാണാം. അതിൽ പ്ലേ ദ സൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് പേജ് പ്ലേ ചെയ്യാം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പേജിൽ വീണ്ടും പ്ലേ ദ സൗണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ പേജിലുള്ള സ്റ്റോറി കേൾക്കാം. ദെൻ നെക്സ്റ്റ്, അങ്ങനെ എല്ലാ പേജിലെ സ്റ്റോറിയും കേൾക്കാൻ പറ്റും. പിന്നെ പ്ലേ സ്റ്റോറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. എക്സ്പ്രഷൻസും ആക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള സ്റ്റോറി ടെല്ലിംഗ്. സൈഡിൽ വീഡിയോയും നമുക്ക് റീഡ് ചെയ്യാനുള്ള സ്റ്റോറിയൊക്കെ ഉണ്ട്. സൈഡിൽ രസകരമായിട്ട് കുട്ടികൾക്ക് കേൾക്കാം. പിന്നെ റീഡ് സ്റ്റോറി എന്നുള്ള ഓപ്ഷനാണ് മൂന്നാമത് വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോറി മുഴുവനായിട്ടും റീഡ് ചെയ്യാം. പേജസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മുഴുവൻ സ്റ്റോറിയും റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലിസണിങ് ആക്ടിവിറ്റി, അതിൽ ന്യൂ വേർഡ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്നൊക്കെ കേൾക്കാം. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ട്രൂ ഓർ ഫോൾസ്, ചൂസ് ദ അപ്രോപ്രിയേറ്റ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അങ്ങനെ ഓരോ സ്റ്റോറിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ട്രൂ ഓർ ഫോൾസ് നോക്കാം. ടിമ്മി ലൈക്സ് ടു ടീസ് പെപ്പി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൽ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അത് കറക്റ്റാണോ മാർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതിൽ നോക്കാം. അതിൽ ബോഡി പാർട്സ് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഓരോന്നും നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ആ ബോഡി പാർട്സിന് നേരെ വെക്കാം. അങ്ങനെ ഓരോ സ്റ്റോറീനും ബേസ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ രസകരമായിട്ട് കുട്ടികൾക്ക് ചെയ്യാം. സ്റ്റോറി നന്നായിട്ട് ലിസൺ ചെയ്താൽ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് മൊബൈലിലും ഇതുപോലെ ഗൂഗിൾ ചെയ്തിട്ട് സ്റ്റോറി കേൾക്കുകയും ആക്ടിവിറ്റീസ് ചെയ്യുകയൊക്കെ ചെയ്യാം.